ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. അതായത് ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്നതൊക്കെ എങ്ങനെയാണ് പറയേണ്ടത് എന്ന സംശയങ്ങളുള്ളവർക്കാണ് ഈ ക്ലാസ് ഏറ്റവും ഉപകരിക്കുന്നത്. അതായത് കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ അറിയാം, പക്ഷെ അതിനെങ്ങനെയാണൊന്ന് ബന്ധിപ്പിക്കുന്നത് എന്ന് അറിയാത്തവർ. ഓക്കെ, ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ ക്ലാസ്സുകൾ കാണുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് പോവുക. നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് ഏറ്റവും അവസാനം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് നൽകിയിരിക്കുന്ന എക്സസൈസ് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് ആ എക്സസൈസ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ എൻ്റെ വീഡിയോകൾ സമയാസമയങ്ങളിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ നോക്കേണ്ടത് ചെയ്യാം, നീ ചെയ്യണം, നീ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പം അത് എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പലപ്പോഴും സംശയം വരാറുണ്ട്, ഇതെങ്ങനെ ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നത്. അപ്പോൾ ഇവിടെ ഭാവിയിൽ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വി ഇവയോടൊപ്പമൊക്കെ നമുക്ക് ഷാൾ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ നാളെ വരാം. ഇപ്പം ഞാൻ എന്നുള്ളത് ഐ ആണെന്നും വരിക എന്നുള്ളത് ആണെന്നും നാളെ എന്നുള്ളത് ടുമോറോ ആണെന്നും നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഐ ആണ്, വരിക എന്നുള്ളത് കം, നാളെ വരാൻ കം ടുമോറോ. അപ്പം ഇവിടെ ഐക്കും കമ്മിനും ഇടയിലായിട്ട് ചെറിയ ഒരു ഓക്സിലറി വേർബായ ഷോൾ ഒന്ന് യൂസ് ചെയ്യൂ. SHALL. ഐ ഷുൽ കം ടുമോറോ. ഞാൻ നാളെ വരാം. ഞാൻ നാളെ വരാം. ഐ ഷോൾ കം ടുമോറോ. ഞങ്ങൾ നാളെ വരാം എന്നാണെങ്കിൽ ഐ ജസ്റ്റ് ഒന്ന് മാറ്റുക, അവിടെ വി ആക്കുക, എന്നിട്ട് വി ഷോൾ കം ടുമോറോ. ഞങ്ങൾ നാളെ വരാം. ഓക്കെ, ഞാൻ അവരെ പഠിപ്പിക്കാം. ഐ ഷോൾ ടീച്ച് ദം. ഞാൻ അവരെ പഠിപ്പിക്കാം. ഐ ഷോൾ ടീച്ച് ദം. ഞങ്ങൾ അവരെ പഠിപ്പിക്കാം. വി ഷോൾ ടീച്ച് ദം. നോക്കൂ, എത്ര എളുപ്പത്തിൽ പോകാം, വരാം എന്നുള്ള കാര്യങ്ങൾ, ഞാനത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഞാനൊരു കാർ വാങ്ങാം. വാങ്ങുക എന്നുള്ളത് ബൈ ആണ്. ഐ ഷോൾ ബൈ എ കാർ. ഞാൻ നിന്റെ പുസ്തകം നാളെ കൊണ്ടുവരാം. I shall bring your book tomorrow. I shall bring your book tomorrow. ഞങ്ങളിത് നാളെ ചെയ്യാം. We shall do it tomorrow. എന്നാൽ ഇത് നീ നാളെ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്തായി മാറുന്നു നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഷാൾ എന്ന് പറഞ്ഞ ആ ചെയ്യാം എന്ന് ഉപയോഗിച്ചതിനെ ഷുഡ് എന്നതിലേക്ക് മാറ്റുമ്പോൾ അത് എന്തായി മാറുന്നു? ചെയ്യണം എന്നായി മാറുന്നു. സംശയങ്ങൾ വരരുത്. ഞാൻ നാളെ പോകാമെന്നത് ഐ ഷാൽ ഗോ ആണെങ്കിൽ, നീ നാളെ പോകണം എന്ന് പറയുമ്പോൾ നീ യു ആണല്ലോ, പോകുക എന്നുള്ളത് ഗോയാണ്. യു ഷുഡ് ഗോ എന്നായി മാറുന്നു. നീ നാളെ പോകണം. യു ഷുഡ് ഗോ. ഓക്കെ, ടുമോറോ. യു ഷുഡ് ഗോ ടുമോറോ. നീ സത്യം പറയണം. യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. ഓക്കെ, അപ്പോൾ നീ നാളെ പോകണം. യു ഷുഡ് ഗോ ആണെങ്കിൽ നീ നാളെ പോകണോ, പോകരുത് എന്നാണെങ്കിലോ നീ പോകരുത്. യു ഷുഡ് നോട്ട് ഗോ. നാളെ പോകരുത് എന്നാണെങ്കിൽ യു ഷുഡ് നോട്ട് ഗോ. അപ്പം ഞാൻ പോകണോ, അപ്പം യു ഷുഡ് ഗോ എന്ന് പറയുന്നത് ഐ ഷുഡ് ഗോ ആയിട്ട് ഷുഡിനെ എടുത്ത് നമ്മൾ പുറത്തെഴുതിയിട്ട് ഷുഡ് ഐ ഗോ, ഞാൻ പോകണോ. എന്നാൽ ഈ പോകണോ എന്നുള്ളതിനെ ഞാൻ പോകണ്ടേ എന്നാണെങ്കിൽ, നീ പോകരുത് എന്നുള്ളതിന് യു ഷുഡിൻ ഗോ ആണല്ലോ. അപ്പം ആ ഷുഡിൻ്റെ ആദ്യം എഴുതി ഷുഡിൻറ്റ് ഐ ഗോ, ഞാൻ പോകണ്ടേ. ഓക്കെ, ഷുഡിൻറ്റ് ഐ ഗോ, ഞാൻ പോകണ്ടേ. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഇവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. പെട്ടെന്ന് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതിൽ 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നിങ്ങൾ പോകണമെന്നാണെങ്കിൽ യു ഷുഡ് ഗോ. നിങ്ങൾ പോകരുത് എന്നാണെങ്കിൽ യു ഷുഡിൻറ്റ് ഗോ. നിങ്ങൾ പോകണോ, ഷുഡ് യു ഗോ അല്ലെങ്കിൽ ഷുഡ് ഐ ഗോ. ഞാൻ പോകണോ, ഞാൻ പോകണ്ടേ, ഷുഡിൻറ്റ് ഐ ഗോ. ഇത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇത് പഠിച്ചത്. നോക്കൂ, ചെയ്യാമെന്നും ചെയ്യണം എന്നതും
നിങ്ങൾ അവിടെ പണം കടം വാങ്ങരുത്. യു ഷുഡ് നോട്ട് ബോറോ ദ മണി. ഓക്കെ, നിങ്ങൾ പണം വാങ്ങരുത്. യു ഷുഡ് നോട്ട് ബോറോ ദ മണി. ഇങ്ങനെ ഷുഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തു പറയാൻ പറ്റും? നീ പോകണം, വരണം എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. വളരെ എളുപ്പമല്ലേ ഇത്? അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ ചെറിയ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാകും. ഇവിടെ ചെയ്യാം, ചെയ്യണം എന്ന രീതിയാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ എന്തു പറയും? ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ നമുക്ക് നോക്കൂ, ഷുഡ് ഹാവിനോടൊപ്പം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് വെർബ് കൂടി യൂസ് ചെയ്താൽ മാത്രം മതി. അവൻ പോകണം എന്നതിന് യു ഷുഡ് ഗോ, ഹി ഷുഡ് ഗോ ആണെങ്കിൽ അവൻ പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഹി ഷുഡ് ഹാവ് ഗോൺ എന്നായി മാറുന്നു. അവിടെ ഷുഡ് ഹാവ് പ്ലസ് V3 എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പോകേണ്ടതായിരുന്നു, വരേണ്ടതായിരുന്നു, നിൽക്കേണ്ടതായിരുന്നു, പഠിക്കേണ്ടതായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് മൊത്തം ഷുഡ് ഹാവ് ഡൺ ആണ്. ഷുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പം നോക്കൂ, അവൻ പോകേണ്ടതായിരുന്നു, ഹി ഷുഡ് ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, പോകേണ്ടതായിരുന്നു അല്ല ഹി ഷുഡ് ഹാവ് ഗോൺ ആണെങ്കിൽ അവൻ പോകരുതായിരുന്നു എന്ന് പറയുമ്പോൾ ഹി ഷുഡിൻറ്റ് ഹാവ് ഗോൺ. അവൻ പോകണമായിരുന്നു, അപ്പോൾ ഷുഡിനെ ആദ്യം എഴുതുക, ഷുഡ് ഹി ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, ഷുഡിൻറ്റ് ഹി ഹാവ് ഗോൺ. അപ്പം അവൻ പോകേണ്ടതായിരുന്നു, ഹി ഷുഡ് ഹാവ് ഗോൺ. അവൻ പോകണമായിരുന്നു, ഷുഡ് ഹി ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, ഹി ഷുഡിൻറ്റ് ഹാവ് ഗോൺ. അവൻ പോകരുതായിരുന്നു, ഷുഡിൻറ്റ് ഹി ഹാവ് ഗോൺ. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നീ നന്നായി പഠിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പഠിച്ചില്ലെന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അവൻ പഠിച്ചില്ല, അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം നീ നന്നായി പഠിക്കേണ്ടതായിരുന്നു, യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ ബട്ട് ഹി ഡിഡ്ന്റ് സ്റ്റഡി, അതാണ് ഉദ്ദേശിക്കുന്നത്. അവളൊരു ഡോക്ടറെ കാണേണ്ടതായിരുന്നു, ഷീ ഷുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ. നിങ്ങൾ അവിടെ പോകേണ്ടതായിരുന്നു, യു ഷുഡ് ഹാവ് ഗോൺ ദെയർ. അപ്പോൾ നോക്കൂ, ഇനി ഈ പാർട്ടിലുള്ള എക്സർസൈസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞങ്ങൾ അവനോടൊപ്പം പോകാം. ഞങ്ങൾ അവനോടൊപ്പം പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കരുത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കൃത്യനിഷ്ഠയുള്ളവനായിരിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കൃത്യനിഷ്ഠയുള്ളവനായിരിക്കണം. 4, നീ കുറെ പുതിയ പുസ്തകങ്ങൾ വാങ്ങേണ്ടതായിരുന്നു. 5th ക്വസ്റ്റ്യൻ, അവൾ കഠിനമായി അധ്വാനിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് തന്നെ എഴുതുക. അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ വാല്യുബിൾ കമൻസിനായി ഞാൻ കാത്തിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.